മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന വികസന രേഖ ഇന്ന് CPIM സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യും. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള നടത്തിപ്പുൾപ്പെടെ നയമാറ്റ സൂചനകൾ രേഖയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം തെറ്റായ പ്രവണതകൾ തിരുത്താനുള്ള പ്ലീനങ്ങൾ ഫലം കണ്ടില്ലെന്ന് സമ്മേളനത്തിൽ വിമർശനമുയർന്നു. PSC ശമ്പള പരിഷ്കരണം ആശാവർക്കർമാരുടെ സമരത്തിൽ എണ്ണയൊഴിക്കും പോലെയെന്നും പ്രതിനിധികളുടെ വിമർശനം. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ നയംമാറ്റവും വിമർശനങ്ങളുമെല്ലാം രാഷ്ട്രീയ കേരളം നേരത്തെ തന്നെ ചർച്ച ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. കാളിദാസ്, ഇന്നലെയോട് തന്നെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് ഉള്ള പ്രധാനപ്പെട്ട ചർച്ച നവകേരള വികസന രേഖയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ്. ഏകദേശം 4 മണിക്കൂർ ദൈർഘ്യമേറിയ ചർച്ച ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. രാവിലെ ചർച്ച നടക്കും. വൈകുന്നേരത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതുവരെ നടന്ന ചർച്ചയ്ക്കുള്ള മറുപടി നൽകുകയും ചെയ്യും. പ്രധാനമായും ഈ നവകേരള രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രധാനമായും തിരിഞ്ഞു വരാനുള്ള സാധ്യതകൾ ഇങ്ങനെയാണ്. കാരണം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള സെസ് ഏർപ്പെടുത്തുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ചർച്ചയിലേക്ക് പോയിട്ട്, കാരണം സംസ്ഥാന സർക്കാരിന് വലിയ തരത്തിൽ ധനം നഷ്ടമാകപ്പെടുന്ന ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ ലാഭത്തിലാക്കണമെങ്കിലും ഒപ്പം അതുവഴി സർക്കാരിന് സാമ്പത്തിക ലാഭം ഉണ്ടാകണമെങ്കിലും ചില തരത്തിലുള്ള സെസ്സുകൾ അനിവാര്യമാണ് എന്ന് പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ചും കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിലാണ്. ഇത് സംബന്ധിച്ച ചർച്ച ചെയ്ത ശേഷം തീരുമാനം മതിയാകും എന്നുള്ളതായിരുന്നു അന്ന് എടുത്ത നിലപാട്. അതുകൊണ്ട് തന്നെ ഇതിന്മേലൊരു ചർച്ച എന്തായാലും ഇന്നത്തെ നവകേരള രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് നഷ്ടത്തിൽ പോകുന്ന നിരവധിയായ പൊതുമേഖലാ സംരംഭങ്ങളുണ്ട്. ഇത് സ്വകാര്യ മേഖലയിൽപ്പെട്ട ആളുകളുമായി ചർച്ച നടത്തിയതിനു ശേഷം അവർക്ക് അതിന്റെ നടത്തിപ്പ് അനുവദിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. അത് പൂർണ്ണതോതിൽ വിട്ടുകൊടുക്കാനാകില്ല എന്ന് നേരത്തെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട കാര്യമായ ഒരു ചർച്ച നടന്നിട്ടില്ല. ഇന്നൊരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ചർച്ചയുണ്ടാകും. കാരണം ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു നയത്തിന് തൊട്ടു പിറകെയുള്ള മറ്റൊരു നയമായി ഇത് മാറുമോ, അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും എന്ന തരത്തിലേക്ക് ഒരു കാര്യം നേരത്തെ ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ നഷ്ടത്തിലായ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച ഉണ്ടാകും. അങ്ങനെ ഈ വികസന രേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏകദേശം 4 മണിക്കൂർ ചർച്ചയുണ്ടാകും. അതിനുശേഷം വൈകിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവർത്തന റിപ്പോർട്ടുമായുണ്ടായ ചർച്ചയിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ മറുപടി പറയുകയും ചെയ്യും. വളരെ കാര്യമാത്രമായ പ്രസക്തമായ ചർച്ചകൾ ഇന്നലെ ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. പ്രത്യേകിച്ചും ഈ സമീപകാലത്ത് സംസ്ഥാനത്തുണ്ടായിരുന്ന വളരെയധികം വിമർശന വിധേയമായ സർക്കാരിനും ഒപ്പം പാർട്ടിക്കും വിമർശനമുണ്ടായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് വരുന്നത്. അതിലേറ്റവും പ്രസിദ്ധമായത് ആശാ വർക്കർമാരുടെ സമരം. അത് ഒരു സമരത്തിലേക്ക് അവരെ തള്ളിവിടുകയായിരുന്നു എന്നാണ് ചില പ്രതിനിധികൾ ഉന്നയിച്ചത്. പ്രത്യേകിച്ചും ആശാ വർക്കറുമായി ചർച്ച നടത്തിക്കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിലേക്ക് പോകുന്നതിന് പകരം അവരെ സമരത്തിലേക്ക് തള്ളി നീക്കി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അതൊരു വീഴ്ച തന്നെയാണ് എന്നാണ് പ്രതിനിധികളുടെ വിലയിരുത്തൽ. ഒപ്പം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ 2 ജില്ലാ കമ്മിറ്റികൾ തമ്മിലുണ്ടായത്, ഒരു പത്തനംതിട്ടയിൽ നിന്നൊരു അഭിപ്രായവും കണ്ണൂരിൽ നിന്ന് മറ്റൊരു അഭിപ്രായം ഉയർന്നു പൊങ്ങി. അത് പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഒരു ഏകീകൃത സ്വഭാവത്തോടു കൂടി ഇത്തരം വിഷയങ്ങളെ നോക്കിക്കാണാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായി കൊണ്ടിരിക്കുന്നത് സഹകരണ മേഖലയാണ്. സഹകരണ മേഖലയിലെ കൊള്ളത്തരം ഇപ്പോഴും നടക്കുന്നു. ഉപരിഘടകങ്ങൾ ഇടപെട്ടിട്ട് പോലും ഇത്തരം കൊള്ള ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില വ്യക്തികൾ, അതായത് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ചില പാർട്ടി നേതാക്കന്മാർ അതിനെ വലിയ തരത്തിൽ ദുരുപയോഗപ്പെടുത്തുന്നു. ഇതിൽ പാർട്ടിയുടെ മേൽഘടകങ്ങൾ ഇടപെട്ടിട്ടും കാര്യമായ ഫലം കാണുന്നില്ല. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് സഹകരണ മേഖലയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയാകും എന്നും പറയുന്നുണ്ട്. ഒപ്പം ഏറ്റവും വളരെയധികം വിമർശനം ഏറ്റുവാങ്ങിയതായിരുന്നു PSC മെമ്പർമാരുടെയും ചെയർമാന്റെയും ഈ ഓണറേറിയത്തിലുണ്ടായ വർധന. അത് അംഗീകരിക്കാനാകില്ല. കാരണം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ പോകുമ്പോഴും മറ്റൊരു തരത്തിൽ ആശാ വർക്കർമാർ സമരം നടത്തുന്ന സാഹചര്യത്തിലും ഇത്തരത്തിൽ PSC മെമ്പർമാർക്ക് ഒപ്പം ചെയർമാനും ഓണറേറിയം വർദ്ധിപ്പിച്ച നിലപാടിനും ഈ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അങ്ങനെ നാനാ മേഖലകളുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും പ്രവർത്തന റിപ്പോർട്ടിൽ വലിയ തരത്തിലുള്ള ഇടപെടലുണ്ടായി. ഏറ്റവും അവസാനമായി ചർച്ച ചെയ്യപ്പെടുന്നത് പ്ലീനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലായിരുന്നു. പ്ലീനത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് വലിയ പരാജയം ഏറ്റുവാങ്ങിയപ്പോഴേക്കും സംസ്ഥാന സർക്കാർ ആയിരുന്നു മേഖലകൾ തിരിച്ചുള്ള പ്ലീനം സംഘടിപ്പിച്ചത്. ആ പ്ലീനത്തിൽ നിന്നും കാര്യമായ മാറ്റം ഉണ്ടായില്ല. അതായത് പ്ലീനം നിർദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിമർശനവും ഇന്നുണ്ടായി. കാളിദ. ശരി ബിനോയ്, സംസ്ഥാന സമ്മേളനത്തിൻ്റെ 3-ാം ദിവസമായ ഇന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള നയരേഖയിൽ
ഉള്ള ചർച്ച ഉണ്ടാകും. ഏറ്റവും പ്രധാനമായും ഉയർന്നിരിക്കുന്ന പല വിമർശനങ്ങളുമടക്കം, അല്ലെങ്കിൽ പല പ്ലീനങ്ങളും മുൻപ് നടത്തിയിട്ടുള്ള പ്ലീനങ്ങൾ ഫലം കണ്ടില്ല എന്നുള്ളതടക്കമുള്ള വിമർശനങ്ങൾ, ആശാ വർക്കർമാരുടെ സമരത്തിലുണ്ടായ വിമർശനം, അത്തരത്തിലുള്ള വിമർശനങ്ങളും നയമാറ്റങ്ങളും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു നയരേഖ കൂടിയായിരുന്നു മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള നയരേഖ. അതിൽ ഇന്ന് സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതെല്ലാം, ഈ വിമർശനങ്ങളെല്ലാം പരിഹരിച്ച് പാർട്ടിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് ഈ ചർച്ചയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഡി ബിനോയിയാണ് വിവരങ്ങൾ നൽകിയത്.